അരങ്ങേറ്റാം. കേരള ഇപ്പോൾ യു ഡി രാഷ്ട്രീയത്തിൽ എഫ് കൺവീനർ എം ഹസൻ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ എം ഹസൻ, കെ പി വിശ്വനാഥൻ അന്തരിച്ചു. എങ്ങനെയാണ് അനുസ്മരിക്കുന്നത്? അദ്ദേഹത്തിന്റെ നിര്യാണ വാർത്ത അതീവ ദുഃഖത്തോടെയാണ് കേട്ടത്. ഞാൻ കഴിഞ്ഞ ആഴ്ച തൃശ്ശൂരിൽ പോയപ്പോൾ അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. നേരിട്ട് പോയി കണ്ടു അദ്ദേഹത്തെ. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായി ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ആശുപത്രിയിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസമായിരുന്നു. ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഞാൻ ആരോഗ്യം വീണ്ടെടുക്കുന്നു, എന്തായാലും കുറെ കാലം കൂടി ജീവിക്കുമെന്നല്ല വളരെ സന്തോഷത്തോടെ പറഞ്ഞ, ആത്മവിശ്വാസത്തോടെ പറഞ്ഞ അവസാനത്തെ കൂടിക്കാഴ്ചയാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ വന്നത്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മുൻനിരയിലുള്ള പ്രമുഖരായ നേതാവായിരുന്നു. 6 തവണ MLA ആയി, 2 തവണ മന്ത്രിയായി. തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസ് ശക്തിപ്പെടുത്തുന്നതിൽ CK കരുണാകരന് ശേഷം വന്ന രണ്ടാമത്തെ തലമുറ DM സുധീരൻ ഉൾപ്പെടെയുള്ള ആ പുതിയ അന്നത്തെ യുവതലമുറയിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു നേതാവായിരുന്നു KP വിശ്വനാഥൻ. അടിയുറച്ച ഒരു കോൺഗ്രസ് വിശ്വാസവും അതോടൊപ്പം തികഞ്ഞ ആദർശ ശുദ്ധിയുള്ള നേതാവായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് ഹൈക്കോടതി ഒരു പരാമർശം അദ്ദേഹത്തെ കുറിച്ച് വന്ന അവസരത്തിൽ നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അന്ന് മുഖ്യമന്ത്രിയോ ആരും ആവശ്യപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ച് മാറി നിന്നയാളാണ്. അഗ്നിശുദ്ധി വരുത്തിയിട്ടേ ഞാൻ ഇനി മന്ത്രിസ്ഥാനത്തേക്കുള്ളൂ എന്ന് ഒരു നിലപാടെടുത്ത ശ്രീ വിശ്വനാഥന്റെ വളരെ ആദർശപരമായിട്ടുള്ള ആ ഒരു പ്രവർത്തനം നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഫോറസ്റ്റ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് വലിയ പരിക്കുകളൊന്നുമില്ലാതെ, ആരോപണങ്ങളില്ലാതെ മന്ത്രിസ്ഥാനത്ത് അദ്ദേഹം വിജയകരമായി പ്രവർത്തിച്ച ആളാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അന്ന് യൂത്ത് കോൺഗ്രസിന്റെ വളർച്ചയിലെല്ലാം വലിയ പങ്ക് വഹിച്ച വിശ്വനാഥന്റെ നിര്യാണം കോൺഗ്രസ് പാർട്ടിക്കൊരു നഷ്ടമാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അതൊരു തീരാത്ത നഷ്ടമാണ്. തികഞ്ഞ ആദർശവാദിയും ശക്തനായ അടിയുറച്ച കോൺഗ്രസ് നേതാവുമെല്ലാമായ അദ്ദേഹത്തിന്റെ നിര്യാണം വ്യക്തിപരമായി ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാം യൂത്ത് കോൺഗ്രസിലൂടെ ഒരുമിച്ച് പ്രവർത്തിച്ച് വളർന്നു വന്നവരാണ്. വലിയ ഒരു വ്യക്തിമല്ല. എന്നെ സംബന്ധിച്ച് അദ്ദേഹം എൻ്റെ ഒരു കുടുംബ ബന്ധം തന്നെ അദ്ദേഹവുമായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ തൃശ്ശൂർ പോകുമ്പോഴെല്ലാം ഈ രോഗാവസ്ഥയിൽ അദ്ദേഹത്തെ കാണുമ്പോൾ എല്ലാ പ്രതിസന്ധികളെയും വളരെ ധീരമായി നേരിടാനുള്ള കരുത്തും ശക്തിയുമുള്ള അദ്ദേഹം തൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ അലട്ടിയ ലോകത്തെയും തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നേരിട്ട്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ എനിക്കും അതുപോലെ തന്നെ UDF അഗാധമായ ദുഃഖം ഞാൻ. ശ്രീ എം ഹസൻ, താങ്കളോടൊപ്പം നേതൃനിരയിൽ ഉണ്ടായിരുന്ന ആളാണ് ശ്രീ കെ പി വിശ്വനാഥൻ. ഒരുപക്ഷെ അടി മുതൽ മുടി വരെ ഒരു എ ഗ്രൂപ്പുകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. യാതൊരു വിധത്തിലും ഇപ്പോൾ രാഷ്ട്രീയമായ പ്രതിസന്ധികൾ AK ആൻ്റണിയുടെയും കരുണാകരൻ്റെയും ഒക്കെ പേരുകളിൽ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്ന സമയത്ത് വ്യക്തിപരമായിട്ടുള്ള നേട്ടമോ അല്ലെങ്കിൽ കോട്ടമോ എന്നൊന്നും നോക്കാതെ എ ഗ്രൂപ്പ് എടുക്കുന്ന എല്ലാ തീരുമാനത്തിനൊപ്പവും അടിയുറച്ച് നിന്നിട്ടുള്ള ആളാണ്. ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കോടതി പരാമർശത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരു കോടതി പരാമർശത്തിൻ്റെ പേരിലൊന്നും ഇപ്പോൾ ആരും രാജിവെക്കാറില്ല എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയും KP വിശ്വനാഥനും തമ്മിൽ അകന്നിട്ടുണ്ടോ അക്കാര്യത്തിൽ? ഒരിക്കലും ഇല്ല. ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ ആ സംഭവം ഞാൻ അനുസ്മരിച്ചു. താങ്കൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോ എല്ലാ മാധ്യമങ്ങളാണല്ലോ ഈ ഗ്രൂപ്പുകളൊക്കെ പാർട്ടിയിലുണ്ടെന്നുള്ള കാര്യമൊന്നും ഞങ്ങളാരും നിഷേധിക്കുന്നില്ല. പക്ഷേ ഗ്രൂപ്പിന്റെ ഒരു അങ്ങനെ പ്രത്യേകമായി AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും വയലാർ രവിയുടെയും ഒക്കെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിൽ വന്ന ഒരു വലിയ നേതൃനിരയും പ്രവർത്തകരുമാണ് അവർ. ഞങ്ങളെയാണ് ഇങ്ങനെ മാധ്യമങ്ങൾ ഗ്രൂപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ വിശ്വനാഥൻ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും വിശ്വസ്തനായ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാ കാലത്തും അവരോട് അങ്ങേയറ്റത്തെ കൂറും താല്പര്യവും പ്രകടിപ്പിച്ചുകൊണ്ട് നിന്നയാളാണ്. ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തെ വാസ്തവത്തിൽ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ CK കരുണാകരനോട് KPCC പ്രസിഡന്റായിരുന്ന AK ആന്റണി അദ്ദേഹത്തെ മന്ത്രിമാരെ കുറിച്ച് പരാമർശിച്ചപ്പോൾ അദ്ദേഹം ചില പേരുകളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോഴാണ് പിന്നീട് CK കരുണാകരൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ വിശ്വനാഥനെ ഉൾപ്പെടുത്തിയത്. പക്ഷേ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത് CK കരുണാകരനാണെങ്കിലും ആ മന്ത്രിസഭയിലും അതുപോലെ രാഷ്ട്രീയത്തിലുടനീളം ശ്രീ വിശ്വനാഥൻ
ഗ്രൂപ്പിന്റെ ഒരു അതിപ്രസരമൊന്നും പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിലും എല്ലാ കാലത്തും CK ആന്റണിയോടും ഉമ്മൻചാണ്ടിയോടും അങ്ങേയറ്റത്തെ താല്പര്യവും വിശ്വസ്തതയും പുലർത്തിയിട്ടുള്ള ആളാണ്. ഒരിക്കലും ഈ മന്ത്രിസഭ രാജിവെക്കുന്ന കാലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരാമർശം വന്നപ്പോൾ മുഖ്യമന്ത്രി പറയുന്നതിന് മുമ്പ്, ഞാനന്ന് പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയാണ്, എനിക്ക് നേരിട്ടറിയാം, വിശ്വനാഥൻ വളണ്ടിയറായിട്ട് തന്നെ പറഞ്ഞില്ല ഞാൻ രാജിവെക്കുകയാണ്, എൻ്റെ നിരപരാധിത്വം തെളിയിച്ചിട്ടേ ഞാൻ ഇനിയുള്ളൂ എന്ന് സ്വയം തീരുമാനമെടുത്തയാളാണ്. അതിന്റെ പേരിൽ അവരുടെ ഉമ്മൻചാണ്ടിക്ക് ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയിലും എഴുതിയിട്ടുണ്ട്. കാരണം പിന്നീട് കോടതി അദ്ദേഹത്തെ എക്സോണറേറ്റ് ചെയ്തപ്പോൾ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തതിൽ ഉമ്മൻചാണ്ടിക്ക് പ്രയാസമുണ്ടായി. അത് ഉമ്മൻചാണ്ടി തുറന്നു പറയുകയും ചെയ്തു. ഇവർ തമ്മിൽ ഒരിക്കലും അതിന്റെ പേരിൽ ഒരു നീരസമോ അകൽച്ചയോ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് നേരിട്ടറിയാം. നന്ദി, ശ്രീ എം എം ഹസൻ.